ഫ്രണ്ട്സ്, കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലൊരു വീഡിയോ ഇട്ടു, അത് ചാലിയം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബേപ്പൂർക്കാണ്. ഇന്നലെ ഇന്ന് വരാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി. കാരണം എന്താ വെച്ചാൽ ചാലിയത്ത് നിന്ന് ബേപ്പൂർക്ക് അടുക്കാൻ കുറച്ച് ദൂരമുള്ളൂ, ജങ്കാർ വഴി. ഇന്നലെ ജങ്കാറില്ലായിരുന്നു, അതിൻ്റെ ശേഷം നമ്മളൊന്ന് വന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ബേപ്പൂരത്തെ വിശേഷങ്ങൾ കടന്നു പോകുമ്പോൾ ജങ്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് ഫറൂഖ് വഴിയാണ് പോകാനുള്ളത്. അങ്ങനെ പോയിട്ട് കുറേ കറങ്ങാണ്ട് എങ്ങനെയും പോയി വെക്കുക. അവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയാം. എല്ലായിടത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് പോരാണ് ഇപ്പോൾ നമ്മൾക്ക് പണി. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. കാരണം വണ്ടി മേലാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത് തന്നെ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ. അപ്പോൾ നമുക്ക് ഇനി അവിടെയൊക്കെ എത്തിയതിന് ശേഷം പോകേണ്ട വഴിയൊക്കെ ഒന്ന് കണ്ട് പോരാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത പരിചയമില്ലാത്ത വഴിയായതുകൊണ്ട് നമ്മൾ ചോദിച്ച് പോകണ്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന മൊബൈൽ നെറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഫൈ വീട്ടിലുണ്ടായതുകൊണ്ട് നെറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഫോണുണ്ട്, അതിന് നമ്മളൊരു വഴികൾ ചോദിച്ചു പോകുമ്പോൾ അതൊരു പാലത്തിന് ഫറൂഖ് പാലം തന്നെ തോന്നല്ലോ. ഞാൻ പാലം കടന്ന് ഇന്നലെ കഴിഞ്ഞ് പോവാണ്. അടിപൊളി. ഞാൻ ഒരുപാട് ചുറ്റണമെന്ന് പറഞ്ഞു, പക്ഷേ ഒരാളോട് ചോദിച്ചപ്പോൾ 4 കിലോമീറ്റർ ഉള്ളൂ അല്ലെങ്കിൽ. പക്ഷേ നമ്മൾ 4 കിലോമീറ്റർ അല്ല പോകുന്നത് കേട്ടോ, അല്ലേ? അതൊക്കെ ശരിക്കും കൃത്യമായിട്ട് അറിയിച്ചിട്ട് എന്താ അറിയില്ല. എന്തായാലും പോയി വെക്കാം. ഇത്രയൊന്നും പണിയില്ല. ജങ്കാർ വഴി കടന്നാൽ അക്രമക്കത്ത ചെറുങ്ങനെ ഒരു കായലുണ്ട് കിടക്കാനുള്ളൂ. പക്ഷേ ഇത് ഇത്ര ചുറ്റണം എന്നറിയാം. പോയി വെക്കാം. അപ്പോൾ ആ പാലൊക്കെ കഴിഞ്ഞ് ഞാൻ പോവാണ്. വരമ്പുകൾ സൂക്ഷിക്കുക, അല്ലാന്ന് വെച്ചാൽ അമ്പുകൾ സൂക്ഷിക്കുക അല്ലേ. ഏകദേശം അങ്ങോട്ട് എത്താൻ നേരത്തെ നമുക്ക് ഇനി സംസാരിക്കുക, കാരണം ബുദ്ധിമുട്ടുണ്ട്. ഏകദേശം എത്തി തന്നെ പറയാം. ഞാൻ എത്തില്ല. നമ്മൾ ആ ബീച്ചിലേക്കാണ് പോകേണ്ടത്, അതായത് ബേപ്പൂർ ബീച്ചിക്ക് കടന്നു പോവുകയാണ്. അവിടെ തന്നെ പണി നടക്കാൻ തോന്നില്ല. ഞാൻ കണ്ടിട്ട് പണി നടക്കേണ്ട മാതിരി തോന്നുന്നുണ്ട്. ഏതായാലും ഏകദേശം അടുത്തേക്ക് എത്തിയെന്ന് പറയാം. പാർക്കിങ്ങിന് വണ്ടി സൈഡാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ 2 സൈഡിലും വണ്ടി കേട്ടോ. കടന്ന് നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ലീവുള്ള ദിവസമായിരുന്നു. ഭയങ്കര തിരക്കുണ്ടല്ലോ. ഞാൻ അവിടെ കമ്പൻചൂടിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. കമ്പം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാപ്പ് കിട്ടിയതായി കാറ്റടഞ്ഞ. നമ്മൾ ഇങ്ങനെ മുന്നേക്ക് പോവാം. പണി നടന്നുകൊണ്ട് കേട്ടോ. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ഇവിടെ ഈ ബേപ്പൂര് ചാലിയൊക്കെ ശൈലാറൊക്കെ ഉഷാറിലാണ്. കടന്നു പോയി വെക്കുക. ഇതിൻ്റെ ആ തലക്കൊക്കെ പോകണം. ഞാൻ പോണ്ടേ? കുഞ്ഞ് കുഴങ്ങിക്കണോന്ന് കേട്ടോ. വണ്ടിന്ന് ഇരുന്നിക്കാണ്ട് കുഞ്ഞോട് സംസാരിച്ചിട്ടുണ്ടേ, മുറുകണില്ല. ആരും പോയി വെക്കാം. ആദ്യം മുതലാദ്യം ചായ അടിച്ചില്ല. ചായ കുടിച്ച് റാഹത്തായിട്ട് അങ്ങനെ നടക്കല്ല. കാരണം ഇവിടെ ഓരോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൻ്റെ
ഞാൻ തട്ടക്കടി പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചല്ലേ? ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി ഒന്ന് ഇറങ്ങിയാൽ കടലിലേക്ക് ഇറങ്ങിയാല വിളിച്ചാട്ടുണ്ട്. വിസിൽ വിടുന്നുണ്ട്. എന്തോ ഒരു റേഞ്ചർ ഏരിയ തോന്നില്ല. ഞാൻ ഒന്ന് കയറ്റി വിട്ടല്ലോ. ചായ ഒക്കെ കുടിച്ചല്ലോ. ഞാൻ ചായ അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞ് ചായയൊക്കെ കുടിച്ചതായിരുന്നു. ഞാൻ മുന്നേക്കൊന്ന് പോയി നോക്കാം. ഇന്ന് തലക്കൊന്ന് പോവല്ലേ? എവിടെ നിങ്ങൾ തിരിച്ചു പോവാന്ന് പറയാതിട്ടാ പോട്ടെ. ആ കാണ്ട് ലക്കൊക്കെ എത്തണ്ടോ? ഹാർബറിൻ്റെ അങ്ങനെ മല അങ്ങനെ പോവാ. കുഞ്ഞ് പറയാ കാല് കടിയുണ്ടെന്നാണ്. പക്ഷെ വണ്ടിയായിട്ട് പോകാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞോ ഇങ്ങനെ ഒന്നും മഴയില്ലാത്തതുകൊണ്ട് വെച്ചില്ല കേട്ടോ. ഒന്നിപ്പോൾ ശരിക്കും നടക്കണം. ഞാൻ കോട്ടൊക്കെ എടുത്ത് പോകേണ്ടിയിരുന്നു. ഇന്നൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ഒരു കയറ് കെട്ടിക്കൊണ്ടാലും കടന്നു പോയി നോക്കാം അല്ലേ? ഇവിടെ കടുക്കപ്പൊരി ഇവിടെ 15 റുപ്യ. ചക്കര 10 റുപ്യ അല്ലഞ്ഞോ? ഇവിടെ 5 റുപ്യ ഏറെ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ആകെ ആ കായലിൻ്റെ നീളം അങ്ങോട്ട് കിടക്കാനുള്ളൂ. ഏതായാലും മുന്നേക്ക് തന്നെ പോയി നോക്കുക. ഇന്നലെ ഇട്ട വീഡിയോ നമ്മൾ ചാലിയം ഹാർബറും അടുത്ത മീൻപിടുത്തൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടിട്ട് കാണാത്തപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. നല്ല സൂപ്പർ വീഡിയോ ആണ്. പിന്നെ ബലമണ്ണ മീൻ കഴിച്ചു കൊടുത്തില്ല. മത്തി ബലമണ്ണ ഒന്നായിട്ട് ബോട്ടിന് വന്നിക്കാണ് ഹാർബറിൻ്റെ അടുക്ക്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വല അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. മീന് അതിന് വേറെടുക്കണ്ട. അവിടുന്ന് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഒരുപാട് പോകണ്ടിട്ടോ. ഇനി ഒരുപാട് പോകണ്ട. നടന്ന് ഇവിടെ ചൂണ്ടലിൽ കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ. ചൂണ്ടൽ ഇവിടെ കൂടുതൽ ആൾക്കാരാണ്. നമ്മൾ പരപ്പനങ്ങാടി വീഡിയോ അന്നും കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ഞാൻ അത് ഇതിൻ്റെ കല്ലിൻ്റെ മേലെ മതിലിൻ്റെ മേലെ കയറിക്കാണ്ട് അല്ലേ? ഇനിയും പോകാണ്ട് കേട്ടോ. 100 കിലോമീറ്ററോളം നടന്ന് പോകാണ്ട്. കുഞ്ഞ് പറയുന്നുണ്ട് കഴിയുന്നില്ല പറ്റിയാണ്. ഏതായാലും കുറേ അങ്ങോട്ട് പോയില്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ പോയി കണ്ട് നോക്കല. ഞാൻ ചൂണ്ടിലിടെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. വേറെ തന്നെ കേട്ടോ. പക്ഷെ മമ്പം മീൻ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ അതങ്ങനെ ചൂടിൽ വലിച്ചേറ്റിയല്ലോ. ഇനി എത്ര നടക്കണം? ഇപ്പോൾ നടന്നു പോകണ്ട കേട്ടോ. ഇവിടെ ഇരിക്കഞ്ഞോ. അത് ഞങ്ങള് കുഞ്ഞ് പറയാം ഞങ്ങൾ പോകാൻ പറ്റുന്നില്ലാന്ന്. അപ്പോൾ നമ്മൾ ചാലിയത്തിൻ്റെ അക്കര അതാ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ അക്കര ഭാഗം. നമ്മളിപ്പോൾ ഇക്കര ഭാഗമാണ് എത്തിയിട്ടുള്ളത്.
പോലെ തിരിച്ചില്ല കുഞ്ഞു പറഞ്ഞിട്ട് അത് പോകാൻ കഴിയൂല. നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് പോലെ നമ്മുടെ ബോട്ട് ഹാർബറിൻ്റെ അടുത്ത് അല്ലേ, അവിടെ പോയാൽ അവിടെ മീനൊക്കെ വന്ന് വേപ്പൂര് നമ്മൾ വന്നിട്ട് മീനുള്ള ഏരിയ കെട്ടണ്ടേ, തിരിച്ചാണ്. നമുക്ക് ഈ വീഡിയോൻ്റെ രണ്ടാം ഭാഗം അത് നാളെ ഇടണം. ഏതായാലും കുഞ്ഞു ശരിക്കും ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, അപ്പോൾ കുഞ്ഞിനൊക്കെ ഒരിക്കലും പോകുന്നതാണ്. കുഞ്ഞൊക്കെ ചാടണം, എനിക്ക് നീന്തി കുളിച്ചണം. ഈ വണ്ടിൻ്റെ അങ്ങോട്ട് കുറേ ദൂരം ഇനിയും പോകണം കേട്ടോ, കുറച്ചൊന്നും പോയാൽ പോലെ എന്തുണ്ടാണെങ്കിലും വെറുതെ ആളെ വിസിലൂതി വിസിലൂതി കയറ്റിയിട്ടാണ് അത്ര ചേര വരുന്നുണ്ട്. വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാവും വെച്ചിട്ടാണ് അതങ്ങോട്ട് കയറ്റിയതല്ലോ. ദമ്മിലാണ് വരുന്നത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, വല്ലേക്ക് ലൈക്ക്, മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. ഇതിൻ്റെ രണ്ടാം ഭാഗം ഞങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാം